കായിക താരങ്ങൾക്ക് പ്രചോദനമാകാറുള്ളത് പലപ്പോഴും മറ്റ് ഇതിഹാസ താരങ്ങളാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത് ലഭിക്കുകയാണെങ്കിൽ ട്രാക്കിലേക്കുള്ള ദൂരം കുറവായിരിക്കും. അത്തരത്തിൽ അമ്മയുടെ അതേ വഴിയിൽ അത്ലറ്റിക് എത്തി സ്വർണ്ണ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇടുക്കി സ്വദേശി കേദാർനാഥ്. MP ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം ഹൈജമ്പിൽ സ്വർണം നേടിയ ഇടുക്കി സ്വദേശി കേദാർനാഥാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനോടൊപ്പം ചേരുന്നത്. കേദാർനാഥിനൊപ്പം അമ്മ കൂടി നിൽക്കുന്നുണ്ട്. അമ്മ എന്താണ് ഒപ്പം നിൽക്കുന്നുള്ള കാര്യം ഞാൻ രണ്ടാമത് വരാം. ആദ്യം കേദാർനാഥിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇവിടെ ഇപ്പം സ്വർണം നേടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എന്താണ് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആയിരുന്നു. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഡിസ്ട്രിക്റ്റിൽ 1.97 ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 9.4. കേദാർനാഥിൻ്റെ അമ്മ കൂടി ചേരുന്നുണ്ട്. അമ്മ ഒരു മുൻ അത്ലറ്റ് ആണ്. അമ്മ ഒരു ഹൈ ജമ്പ് ആയിരുന്നു അമ്മയുടെയും ഐറ്റം എന്ന് പറയുന്നത്. അമ്മ നയിച്ച വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ മകനും എത്തിയിരിക്കുന്നത് അല്ലേ? അതെ. എന്ത് തോന്നുന്നു ഇപ്പം മകനിപ്പം സ്റ്റേറ്റ് മീറ്റിൽ വന്നു ഗോൾഡ് എടുത്തിരിക്കുന്നു? ഞാൻ ചെയ്ത പോലെ തന്നെ എൻ്റെ വഴിയിൽ കൂടെ തന്നെ അവനും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഏതായാലും സാധിച്ചു. ഒപ്പം തന്നെ അന്നത്തെ കാലത്ത് ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഇത്തരം സ്കൂൾ മീറ്റുകൾ നടത്തുന്നതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു അന്നത്തെ കാലത്ത്. നല്ല രീതിയിൽ തന്നെയായിരുന്നു സ്കൂൾ കായികമേള നടന്നിരുന്നത് അന്നത്തെ കാലത്ത്. അന്ന് ഏത് വർഷമായിരുന്നു പങ്കെടുത്തിരുന്നത് സ്കൂൾ മീറ്റിൽ? 95 മുതൽ 2003 വരെ സ്പോർട്സിലുണ്ടായിരുന്നു. സ്കൂൾ മീറ്റിൽ എനിക്ക് 4 വർഷത്തോളം ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഹൈ ജമ്പിൽ നാഷണൽസിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ നാഷണൽസ് തന്നെ. അപ്പം 4 തവണയായിരുന്നു അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മോനിപ്പം ആദ്യത്തെ തവണ തന്നെ ഗോൾഡ് നേടിയിട്ടുണ്ട്. അപ്പം ഇനി ജൂനിയർ സീനിയർ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആ റെക്കോർഡ് അവിടെ ഒരു റെക്കോർഡ് ഉപയോഗിക്കാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. അപ്പോൾ തന്നെ കേദാർനാഥിൻ്റെ പരിശീലനം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് ഒട്ടേറെ പരിമിതികളുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കേദാർനാഥ് എത്തുന്നത്. ഇവരെ പോലെയുള്ള ഒരു അത്ലറ്റുകളെ ഇതിൽ കൂടുതൽ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സിന്തറ്റിക് ട്രാക്ക്, അതുപോലെ അതിനോട് കൂടിയുള്ള ഒരു ഫെസിലിറ്റീസ്, ജിമ്മോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്കില്ല. ഇതെല്ലാം ഞങ്ങൾ മറ്റു സ്ഥലങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും മഡിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് സിന്തറ്റിക്കിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും അവിടെ പെർഫോം ചെയ്യുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഈ ഉയരങ്ങളെല്ലാം തന്നെ സിന്തറ്റിക്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിലൊരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ആ ഒരു പരിശീലനം തുടർച്ചയായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നാഷണൽസിലേക്ക് പ്രത്യേകിച്ച് എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ അതൊരു മാറ്റം ഉണ്ടാവില്ലേ? ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് മഡിൽ ചെയ്യുന്നത് നമുക്ക് ഓഫ് സീസൺ ട്രെയിനിങ് ഒക്കെ, അതായത് അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ നമുക്ക് മഡിലിനകത്ത് തന്നെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. സ്പീഡ് അവരുടെ നമുക്ക് കോമ്പറ്റീഷൻ പീരീഡിലേക്ക് വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മൾ സിന്തറ്റിക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. സ്കൂൾ കായികമേളകളിൽ ഇത്തരം ചില കാഴ്ചകൾ കൂടി നമ്മൾ സാക്ഷിയാവാറുണ്ട്. ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ വഴിയെ തന്നെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വഴിയെ തന്നെ മക്കളും സ്പോർട്സിലേക്ക് എത്തുന്നു, പിന്നീട് ഉയർച്ചകളിലേക്ക് കടക്കുന്നു. അത് തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് അവർ രക്ഷിതാക്കൾ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് VS MP ദേവൻ, ന്യൂസ് മലയാളം.